കുളത്തിൽ മണ്ണെടുക്കാൻ മൂന്നുപേർ രണ്ടുപേർ മുന്തിയൊരു കാര്യമില്ല കുശവന് പോട്ട മല മൂന്ന് രണ്ടു മല മൊട്ട ഒന്ന് പുല്ലില്ല. പിന്നെ മോഹൻലാൽ ഇങ്ങനെ ഓടും കൈവലകൾ കാൽ തലകൾ കാട്ടി പന്നിരഞ്ഞ് മാറി അതൊഴിഞ്ഞ കോഴിലെ കൽവിലക്കായി മാറിയോ കൈതപ്പൂവിൻ കഞ്ഞിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല കണ്ടും കണ്ടും പേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല മുള്ളാണ് ഇനി അമ്മ മോഹൻലാൽ രണ്ട് ഡയലോഗ് കേട്ടോ. ആദ്യമായിട്ട് നരസിംഹം എന്ന സിനിമയിലെ ഡയലോഗാണ് നമ്മൾ കേൾക്കാൻ പോണത്. ആരും പോവില്ലേ, മോഹൻലാലാണ് തല്ലെങ്കിൽ കൈയടിച്ചാൽ മതി. ഒരു മകന്റെ ധർമ്മമാണ് രക്ഷന്റെ യഥാപതി സരോവര നാടയും ഭൂലോക ചർച്ചയുമായ നിന്റെ അച്ഛന്റെ എല്ലുപിടികളും മാംസം ചാവും പവിത്രമായ ഗംഗാനദിയിൽ ഒഴുകൂടാ കളങ്കപ്പുറത്തു പോകും. കൊണ്ടുപോയി കന്നിക്കോണിലെ തെങ്ങിന് തടം പെട്ടിട്ട് കൊടുക്ക്. നീ പോകുമ്പോൾ ദിനേശ ഒന്നിനും കഴിഞ്ഞില്ലെങ്കിൽ തന്നെ പച്ചിച്ചു കൊടുത്തിട്ട് ജഗന്നാഥനെ മണ്ണ് വിടും. ഇനി നമുക്ക് രാവണപുരവിലെ അച്ഛൻ മോഹൻലാൽ എങ്ങനെയെന്ന് ശ്രദ്ധിക്കാം. എന്താടോ നന്നാവാത്ത കഴുത്തിന് പകരം പദം കൈയെടുത്തതും പിന്നെ എനിക്ക് പകരം കുഞ്ഞനന്ദൻ മരിച്ചപ്പോ തന്നെ തല്ലിക്കൊല്ലാതെ വിറ്റതും നീലകണ്ഠന്റെ കഴിവുകേടായി കാണരുത് കാണരുത്. അനായാസയുടെ നവരണം വിനയനൈന ജീവിതം നിന്റെ രജങ്കല ഭക്തനായി എനിക്ക് തന്നാലും ശംഭു ശങ്കര ഗൗരീപത് അങ്ങനെ അങ്ങനെ പ്രാർത്ഥിച്ചു പോടേണ്ട പ്രായമായി ശകര ഈശ്വരൻ നിന്റെ മുന്നിൽ വിളക്കായി തെളിയുമ്പോ അതിന്റെ നേർക്ക് തുപ്പരുത്. അപ്പൊ അടുത്ത് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ ഒരു നരേന്ദ്രപ്രസാദിനെ ചെറുത്ത് നോക്കാം. നാരകുഴിയായി 16 കൊല്ലം അല്ലേ, നീണ്ട 16 കൊല്ലം മുമ്പ് നെറ്റി പിളർന്നു ചൂര വീണ പുഴക്കരയിലെ പൂഴുമണ്ണ് വാരി കയ്യിലെടുത്ത് ഈ അപ്പനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറൊന്നും മുതിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ അല്ലേ. മതി. അപ്പൊ നമുക്ക് അടുത്ത് ജനാർദ്ദനെടുത്ത് നോക്കാം. ഞാനൊരു ഒന്നും പ്രിപ്പയർ ചെയ്തിട്ട് വന്ന ആളല്ല, ചുമ്മാ കാണാൻ ബന്ധം കയറി ചെയ്യുന്നേ ഉള്ളൂ. അടുത്ത ജനാർദ്ദൻ അടിച്ചുടക്കടാ നീലവന്റെ കാലി നീ തക്കപ്പനല്ലടാ പൊട്ടപ്പൻ. അയ്യോ അവൻ കസേരയെടുത്തത് തക്കപ്പന്റെ കാലടിച്ച് കടിക്കാനാണോ എന്റെ കാലടിച്ച് അടിക്കാനാണോ എന്നെനിക്കറിയില്ല. എന്തായാലും കൊള്ളാൻ. അടുത്ത ഒരു കൊച്ചു പ്രായം അച്ഛനെ ശരിയായിട്ടില്ല കേട്ടോ. ഈ കടിക്കുന്ന പട്ടികളുണ്ട് സൂക്ഷിക്കുന്ന ബോർഡ് വെച്ചിട്ട പോലെ, മുട്ട പറിക്കുന്ന കുട്ടികളുണ്ട് സൂക്ഷിക്കുന്ന ബോർഡ് വെച്ചിട്ടുണ്ട്. ആളുകളെ കാര്യം പറയുന്നത് പെട്ടിക്ക് കയറി പൊടി വീട്ടിട്ട് ശങ്കരാടി. അങ്ങനെ ഈ ശങ്കരാടി അറിയാവോ? എങ്ങനെ അറിയാം? അപ്പോ വളരെ ചെറുപ്പത്തില് ഭാരവിട്ടവനാണ് ഞാൻ. പല രാജ്യവും തെറ്റി പല ഭാഷയും പഠിച്ച് അവസാനം കറങ്ങി തിരിഞ്ഞതയുണ്ട്. ക്ഷീരമുള്ളൂർ അവിടിപ്പട്ടിലും കൊതുകിന് കൗതുകം ചോറ് തന്നെ. മനസ്സിലായില്ല? കാരണം ഞാനങ്ങോട്ട് അപ്പൊ ഒരു ഫീമെയിൽ ഒരു പാട്ട് കൊടുക്കും. ഇത്രയും വോയിസ് എടുത്തിപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജനാർദ്ദനൊക്കെ വന്നാൽ പിന്നെ ഫീമെയിൽ വരും. പഴയ ക്യാപ്പി കോമളം ഒരു 2 ലൈൻ. ഈ കോമള വലിയല്ലടാ, ക്യാപ്പി കോമളം പൈലിന് നീക്കം വരുന്നത് എനിക്കറിയാൻ തരും. എന്താ വാക്കടിക്കും ഇവർക്ക് കൊളക്കായി.
നാല് കുറഞ്ഞേല്